അപ്പോൾ നമുക്ക് പോവാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുകയാണല്ലോ പാലക്കാട്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പോരെ 10:15 എത്തുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ 10:30 ആരംഭിക്കും. അപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്ത് ബിനിലുണ്ട്, സുൽത്താൻപേട്ടിൽ നിന്നും രാഗിനുണ്ട്. നമുക്ക് ആദ്യം ബിനിലിലേക്ക് പോവാം. ബിനിൽ, പാലക്കാട് കോട്ട മൈതാനത്താണല്ലോ ഉള്ളത്. ഒരുക്കങ്ങളൊക്കെ അവിടെ തകൃതിയാണോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയുണ്ട്? ഈ ചടങ്ങുകൾ ആരംഭിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണോ അവിടെ? മോത്തി, ഇപ്പോൾ 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. പാലക്കാട്ടെ ചൂട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് മീനമാസമാണ്, വലിയ ചൂടാണ്. ഇപ്പോൾ തന്നെ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി BJP പ്രവർത്തകർ ഈ റോഡ് ഷോയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നു. ആ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ 5 വിളക്ക് ജംഗ്ഷനിൽ നിന്നുള്ളതാണ്. 5 വിളക്ക് ജംഗ്ഷനിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ് ഈ 5 വിളക്ക് എന്നത്. 140 വർഷം പഴക്കമുള്ളൊരു സ്മാരകമാണ്. ആ സ്മാരകത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്, 5 വിളക്കിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ റോഡ് ഷോ, പാലക്കാടൻ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നത്. 10:15 പ്രധാനമന്ത്രി ഈ പാലക്കാട് ഹെലികോപ്റ്ററിലെത്തും. ഇപ്പോൾ അദ്ദേഹം കോയമ്പത്തൂരിലാണുള്ളത്. ഇന്നലെ കോയമ്പത്തൂരിലായിരുന്നു മോദിയുടെ റോഡ് ഷോ. അതിനുശേഷം അദ്ദേഹം കോയമ്പത്തൂരിൽ തങ്ങി പിന്നീട് പാലക്കാടേക്ക് എത്തുന്നു. രാവിലെ 10:15 ഹെലിപാഡിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്ന് ഏതാണ്ട് 15 മിനിറ്റ് സമയം കൊണ്ട് ഈ റോഡ് ഷോ നടക്കുന്ന 5 വിളക്ക് ജംഗ്ഷനിലേക്ക് പ്രധാനമന്ത്രി എത്തും. ഇന്നലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി നമ്മൾ നേരത്തെ എല്ലായിടത്തും കാണുന്നത് പോലെ ഒരു പ്രത്യേക വാഹനമുണ്ട്. ആ പ്രത്യേക വാഹനത്തിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എല്ലായിടത്തും തന്നെ നടക്കുന്നത്. കോയമ്പത്തൂരിൽ റോഡ് ഷോ നടത്തിയ ശേഷം ആ വാഹനം രാവിലെ തന്നെ ഇപ്പോൾ 5 വിളക്ക് ജംഗ്ഷനിൽ എത്തിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ നമ്മൾ കാണുന്ന 3ാമത്തെ റോഡ് ഷോ, ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന 3ാമത്തെ റോഡ് ഷോയാണ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. അത്രമാത്രം രാഷ്ട്രീയമായി ഈ മേഖലയിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുൻപെല്ലാം ബിനിൽ തുടരുക. ഞാൻ ഒന്ന് രാഗിനിലേക്ക് പോകുന്നു. രാഗിൻ സുൽത്താൻപേട്ടിലുണ്ട്. രാഗിൻ, സുൽത്താൻപേട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കനത്ത ചൂടാണ് പാലക്കാട്. പക്ഷേ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കടുക്കാവുന്ന, മലമ്പുഴ കടുക്കാവുന്ന. എമ്മിനെ കാണാൻ വന്ന? അതെ, ഞങ്ങള് കുറെ നേരമായി ഇരിക്കണു. 1 മണിക്കൂറോളം ഇരിക്കണു. ഇനി 2 മണിക്കൂറോളം വേണമെങ്കിൽ ഇരിക്കും. അതിലൊന്നും പ്രശ്നമില്ല. കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. മോനെ ആരെ കാണാൻ വന്ന? മോദി. എവിടെ നിന്നാ വരുന്നത്? മരുത റോഡിൽ നിന്ന് വരുന്നു. മോദി സർക്കാരിൻ്റെ ഇത് വരുമെന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. സാറ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇനി നമ്മുടെ പാലക്കാട് നല്ല ഡെവലപ്മെന്റ് ആകും. കഞ്ചിക്കോട് പ്രാവശ്യം പാലക്കാട് എടുക്കുമോ? എങ്ങനെയാ എടുക്കണം? അതാണ് പ്രതീക്ഷ. ഈ PM വരുന്നതോടുകൂടി ഇതിനൊരു കൂടുതൽ ഊർജ്ജം BJP പ്രവർത്തകർക്ക് ഉണ്ടാകും. അങ്ങനെയാണോ? ഉണ്ടാവും, BJPക്ക് ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ അതിൻ്റെ ആവേശത്തിലാണ്. അത്രത്തോളം വലിയ ആവേശം നിറച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്ലക്കാർഡുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കടന്നു പോകുമ്പോൾ പുഷ്പവൃഷ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യ BJP ഇപ്രാവശ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൂടുതൽ സീറ്റുകൾ അവിടെ നിന്ന് നേടണം എന്നതാണ് BJPയുടെ ലക്ഷ്യം. കാരണം ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്രാവശ്യം 400-ലധികം. അങ്ങനെ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ ഉത്തരേന്ത്യയിൽ വളരെ സജീവമായി തന്നെ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമന്ത്രിയും BJPയും പാലക്കാട്ടെ ജനങ്ങളും എല്ലാം ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.